മിലിറ്ററി എയർക്രാഫ്റ്റുകൾ. ഈ മിലിറ്ററി എയർക്രാഫ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ കടന്നു വരുന്നത് ഫൈറ്ററുകളും ബോംബറുകളും ഒക്കെ ആയിരിക്കും. എന്നാൽ ഒരു വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ വിമാനങ്ങളെക്കാൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ വിമാനങ്ങളെക്കാൾ ഏറെ പണിയെടുക്കുന്ന മറ്റൊരു വിമാനമുണ്ട്. അതാണ് നമ്മൾ മിലിറ്ററി കാർഗോ എയർക്രാഫ്റ്റുകൾ എന്ന് വിളിക്കുന്ന ടാക്റ്റിക്കൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് എയർ ലിഫ്റ്ററുകൾ. അപ്പോൾ നമുക്കറിയാം, വിമാനങ്ങൾ ഒരു യുദ്ധോപകരണമായി ഉപയോഗിച്ച് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ചരക്ക് നീക്കത്തിന്, അത് പ്രത്യേകിച്ച് മിലിറ്ററി കാർഗോ മൂവ് ചെയ്യാൻ വേണ്ടി എയർക്രാഫ്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അത് ആദ്യകാലത്ത് ഈ ഒന്നാം ലോകമഹായുദ്ധ കാലത്തൊന്നും ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും നിലവിലില്ലായിരുന്നു. അതായത് ഫൈറ്റർ, ബോംബർ, കാർഗോ എയർക്രാഫ്റ്റ് ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഒന്നും അത്ര വെൽ ഡിമാർക്കറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏതാണ്ട് കോൾഡ് വാർ കാലഘട്ടത്തിലേക്കൊക്കെ കടന്നപ്പോൾ വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി എയർക്രാഫ്റ്റുകൾ പിറവിയെടുക്കാൻ തുടങ്ങി. ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ പേരെടുത്ത് പറയുന്ന പല കാർഗോ എയർക്രാഫ്റ്റുകളും പിറവിയെടുത്തത്. അതായത് ലോകത്തുള്ള എല്ലാ പ്രമുഖ സൈനിക ശക്തികളും, അല്ലെ ലോകത്തുള്ള എല്ലാ പ്രമുഖ വിമാന നിർമ്മാതാക്കളും പല തരത്തിലുള്ള കാർഗോ എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചു. അതായത് വാല് തുറക്കുന്നത്, വളരെ ഭീമാകാരമായ വലുപ്പമുള്ളത്, വളരെ ഉയരത്തിൽ പറക്കുന്നത്, വളരെ വേഗത്തിൽ പറക്കുന്നത്, പ്രൊപ്പലർ എഞ്ചിനുകൾ അഥവാ റേഡിയൽ എഞ്ചിനുകൾ ഉപയോഗിച്ച് പറക്കുന്നവ, ടർബോ പ്രൊപ്പ എഞ്ചിനുകൾ ഉപയോഗിച്ച് പറക്കുന്നവ, ടർബോ ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് പറക്കുന്ന, അങ്ങനെ വിവിധ തരത്തിലുള്ള കാർഗോ എയർക്രാഫ്റ്റുകൾ ലോകത്ത് നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് 1995 ആയപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ നിർമ്മാതാക്കൾ നിർമ്മിച്ചിട്ടുള്ള വിഖ്യാതമായ എയർ ലിഫ്റ്ററുകളുടെ എസൻസ് മുഴുവൻ ഊറ്റിയെടുത്ത് കാച്ചി കുറുക്കി അമേരിക്ക ഒരു എയർ ലിഫ്റ്ററിന്, ഒരു മിലിറ്ററി കാർഗോ എയർക്രാഫ്റ്റിന് ജന്മം നൽകി. ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ 3 എന്നാണ് ആ ഇതിഹാസ താരത്തിൻ്റെ പേര്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറേ ഗിവ് അവേ ഗിഫ്റ്റുകൾ കൊടുക്കാനുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഗിവ് അവേ അവസാനിച്ചത്. അതിൻ്റെ വിജയി പ്രഖ്യാപിക്കണം, അയാൾക്കുള്ള ഗിഫ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആഴ്ചയും നടത്താറുള്ള ടീഷർട്ട് ഗിവ് അവേ, ഫെർമി ടീഷർട്ട് ഗിവ് അവേയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗിഫ്റ്റും കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഗിവ് അവേ വിജയിയായിരിക്കുന്നത് സിനോജ് തോമസ് ആണ്. സിനോജിന് സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ. സിനോജ് എത്രയും വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സ് scientificmalayali@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക. ഷിപ്പിംഗ് അഡ്രസ്സ് മാത്രമല്ല, നമ്മൾ ഈ ഗിവ് അവേ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു 20,000 രൂപയുടെ സ്മാർട്ട് ഫോണാണ് കൊടുക്കുന്നത്. സ്മാർട്ട് ഫോൺ വേണ്ടാത്ത ആൾക്കാർക്ക് ഈ 20,000 രൂപ ക്യാഷ് പ്രൈസായി കൊടുക്കുന്നതാണ്. അപ്പോൾ സിനോജിന് ഈ സ്മാർട്ട് ഫോൺ വേണോ അതോ ക്യാഷ് പ്രൈസ് മതിയോ എന്നുള്ള കാര്യം കൂടി ഈ മെയിലിലൊന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആഴ്ചയും കൊടുക്കാറുള്ള ടീഷർട്ട് ഗിവ് അവേ ആണ്. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ആഴ്ച 2 വിജയികളുണ്ട്. അതിൽ ഒന്ന് ആഷിഖാണ്, 2 നിവിയ ജെയ്സൺ. 2 പേർക്കും സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ. 2 പേരും അവരുടെ ടീഷർട്ട് സൈസും അതുപോലെ ഷിപ്പിംഗ് അഡ്രസ്സും ഈ പറഞ്ഞ scientificmalayali@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരിക. അവരുടെ ഗിഫ്റ്റ് എത്രയും വേഗം തന്നെ അവരുടെ പക്കൽ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഗിവ് അവേ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല നമ്മുടെ ഗിവ് അവേ. ടീഷർട്ട് ഗിവ് അവേ ഒരിക്കലും തീരാത്ത രീതിയിൽ എല്ലാ ആഴ്ചയും നടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണും അതുപോലുള്ള ഗിഫ്റ്റുകളും വീണ്ടും വരുന്നതായിരിക്കും. അതായത് ഈ പറഞ്ഞ ഗിവ് അവേ തന്നെ നമ്മൾ ഇത്രയും ചെറിയ തോതിലൊന്നും അല്ല നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് 20,000 രൂപയുടെ സ്മാർട്ട് ഫോൺ ഇപ്പം നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ സ്പോൺസറോട് പറഞ്ഞിരുന്നത് ഐഫോണോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഗാലക്സി S25 പോലുള്ള ഗിഫ്റ്റുകൾ നൽകണമെന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ തീരുമാനം. പക്ഷേ നമുക്ക് ഈ ഗിവ് അവേയിൽ ലഭിച്ച പാർട്ടിസിപ്പേഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ സ്പോൺസർ അതിന് വഴങ്ങാതെ പോവുകയായിരുന്നു. അപ്പോൾ സമീപഭാവിയിൽ തന്നെ നമ്മുടെ ഈ ടീഷർട്ട് ഗിവ് അവേയിലെ പാർട്ടിസിപ്പേഷൻ കൂടുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വലിയ ഗിഫ്റ്റുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ, ബലം പിടിച്ച് നിൽക്കാതെ എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ ഗിവ് അവേയിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഫെർമി വെയറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാകും. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫെർമി വെയറിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭാവിയിൽ വലിയ വലിയ ഗിഫ്റ്റുകൾ പ്രഖ്യാപിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ C-17 ഗ്ലോബ് മാസ്റ്ററിൻ്റെ കഥ ആരംഭിക്കുന്നത് ഏതാണ്ട് 1970-കളിലാണ്. 1970 US എയർഫോഴ്സ് അവരുടെ ടാക്റ്റിക്കൽ എയർ ലിഫ്റ്ററായിട്ടുള്ള C-130 ഹെർക്കുലീസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു വിമാനം നിർമ്മിക്കാൻ തയ്യാറായി. അതിനായിട്ട് അഡ്വാൻസ് മീഡിയം സ്റ്റോൾ എയർക്രാഫ്റ്റ് പ്രോഗ്രാം എന്നൊരു ഡിഫൻസ് പ്രോഗ്രാമും അവർ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫൻസ് പ്രോഗ്രാമിൽ നമുക്കറിയാം അമേരിക്കയിലുള്ള എല്ലാത്തരം എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളും പങ്കെടുക്കും. അങ്ങനെ ഇതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിയത് മക്ഡൊണാൾഡ് ഡഗ്ലസും അതുപോലെ ബോയിങ്ങുമാണ്. അപ്പോൾ ബോയിങ് YC-14 എന്നും അതുപോലെ മക്ഡൊണാൾഡ് ഡഗ്ലസ് YC-15 എന്ന് പറയുന്ന 2 പ്രോട്ടോടൈപ്പുകൾ നിർമ്മിച്ച് ഇത് ഡിഫൻസ് പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. പക്ഷേ ഈ പറഞ്ഞ ഡിഫൻസ് പ്രോഗ്രാം ഒടുവിൽ അമേരിക്കൻ എയർഫോഴ്സ്, US എയർഫോഴ്സ് ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം നമുക്കറിയാം ഇപ്പോഴും ഈ C-130 ഹെർക്കുലീസ് എന്ന് പറയുന്ന വിമാനം US എയർഫോഴ്സിൻ്റെ ഭാഗമാണ്. US എയർഫോഴ്സിൻ്റെ ഭാഗമാണെന്നല്ല, ലോകത്ത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും മികച്ച എയർ ലിഫ്റ്ററുകളിൽ ഒരെണ്ണമാണ് ഇന്നും C-130 ഹെർക്കുലീസ്. ഈ വിമാനം ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ
എല്ലാ പ്രമുഖ സൈനിക ശക്തികളും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. തന്നെയുമല്ല, ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക തന്നെ AC-130 പോലുള്ള ഗൺഷിപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നും കാലഹരണപ്പെട്ടു പോകാത്ത ഈ പ്ലാറ്റ്ഫോമിൽ അമേരിക്ക C-130 ഹെർക്കുലീസുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ C-130 സൂപ്പർ ഹെർക്കുലീസ് എന്ന് പറയുന്ന അപ്ഗ്രേഡഡ് C-130 വിമാനവും നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം പരാജയപ്പെട്ടു പോയെങ്കിലും അമേരിക്കക്കാർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അവർ 1980 ആയപ്പോഴത്തേന് വീണ്ടും ഈ പ്രോഗ്രാം പൊടി തട്ടിയെടുത്തു. ഇത്തവണ അവർ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഹെർക്കുലീസിനല്ല, അവരുടെ സ്ട്രാറ്റജിക് എയർലിഫ്റ്റർ ആയിട്ടുള്ള C-141 സ്റ്റാർ ലിഫ്റ്റർ എന്ന ഒരു വിമാനമുണ്ട്. ഇതിനെ റീപ്ലേസ് ചെയ്യായിരുന്നു ഇവരുടെ ഉദ്ദേശം. അപ്പോൾ C-130 ഹെർക്കുലീസ് എന്ന് പറയുന്ന ഒരു വിമാനം അവരുടെ എല്ലാത്തരം ചെറിയ ഉപയോഗങ്ങൾക്കും ടാക്ടിക്കലായിട്ടുള്ള മൾട്ടിപർപ്പസ് റോളുകൾക്കെല്ലാം ഉണ്ട്. അതിന് മുകളിലാണ് ഈ C-141 സ്റ്റാർ ലിഫ്റ്റർ വരുന്നത്. 1980 ആയപ്പോഴത്തേന് അതിനും മുകളിലൊരു സൂപ്പർ സ്ട്രാറ്റജിക് എയർ ലിഫ്റ്റർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന C-5 ഗാലക്സിയും ഉണ്ട്. അപ്പോൾ ഈ C-5 ഗാലക്സി ഓൾറെഡി പുതിയ 1980 അമേരിക്കൻ എയർഫോഴ്സിലേക്ക് വന്നൊരു വിമാനമാണ്. പക്ഷേ ഗാലക്സിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഗാലക്സി വളരെ വലിയൊരു എയർക്രാഫ്റ്റാണ്. അപ്പോൾ ഈ സ്റ്റാർ ലിഫ്റ്റർ ചെയ്യുന്ന പോലെ ഒരു വെർസറ്റൈൽ ജോബുകൾക്കൊന്നും തന്നെ ഈ ഗാലക്സി പൂർണ്ണമായും ഉപയോഗിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അതായത് ഗാലക്സി വളരെ വലിയൊരു വിമാനമാണ്. ഈ വലിപ്പം മൂലമുള്ള പല ലിമിറ്റേഷൻസും ഗാലക്സിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ C-41 സ്റ്റാർ ലിഫ്റ്ററിൻ്റെ കേപ്പബിലിറ്റികളെല്ലാം ഉള്ള ഒരു വിമാനമായിരുന്നു അമേരിക്കൻ എയർഫോഴ്സിന് ആവശ്യമുണ്ടായിരുന്നത്. അത് സ്റ്റാർ ലിഫ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ അമേരിക്ക പല പ്രദേശങ്ങൾ, അതായത് അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങളിൽ പോലും ലാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നാസ അവരുടെ ഒരു എയർബോൺ ഒബ്സർവേറ്ററി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജിക് എയർലിഫ്റ്റർ ആയിരുന്നു. അതായത് ഈ ഹെർക്കുലീസിനെ നമുക്ക് വെർസറ്റൈലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ അന്റാർട്ടിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുഭൂമിയിലോ ഒക്കെ ഈ ഹെർക്കുലീസ് ലാൻഡ് ചെയ്യും. പക്ഷേ ഹെർക്കുലീസിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാർഗോയുടെ അളവ് സ്റ്റാർ ലിഫ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരുന്നു. അപ്പം സ്റ്റാർ ലിഫ്റ്ററിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കാർഗോ ലിഫ്റ്റ് ചെയ്യണം, എന്നാൽ ഹെർക്കുലീസിനെ പോലെ പെർഫോം ചെയ്യണം. അങ്ങനത്തെ ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു അമേരിക്കൻ എയർഫോഴ്സിന് ആ സമയത്ത് ആവശ്യം. അതുപോലെ തന്നെ അവർ ഈ പറഞ്ഞ C-5 ഗാലക്സി ഒരു ഓവർസൈസ് കാർഗോ ലിഫ്റ്ററായിട്ട് വെച്ചുകൊണ്ട് ഇതിന് രണ്ടിനും ഇടയ്ക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു വിമാനം നിർമ്മിക്കാനായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം. അപ്പോൾ അമേരിക്ക അങ്ങനെ ഏതായാലും ഈ പറഞ്ഞ C-141 സ്റ്റാർ ലിഫ്റ്ററിനെ ഒരു ട്രൂ സക്സസറിനെ കണ്ടെത്താൻ വേണ്ടി ഒരു ഡിഫൻസ് പ്രോഗ്രാം പ്രഖ്യാപിക്കുന്നു. ഈ ഡിഫൻസ് പ്രോഗ്രാമിലും ബോയിങ്ങും അതുപോലെ മക്ഡൊണാൾഡ് ഡഗ്ലസും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ മുൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സമർപ്പിച്ച YC-50 എന്ന് പറയുന്ന പ്രോട്ടോടൈപ്പിനെ പൊടി തട്ടിയെടുത്ത് അതിൽ പല രീതിയിലുള്ള അപ്ഗ്രഡേഷൻസും വരുത്തിക്കൊണ്ട് YC-17 ആയി അവതരിപ്പിക്കുന്നു. ഈ YC-17 ആണ് പിന്നീട് C-17 ഗ്ലോബ് മാസ്റ്ററായി മാറുന്നത്. അങ്ങനെ 1985 ഈ വിമാനം നിർമ്മിക്കാനുള്ള കോൺട്രാക്റ്റ് മക്ഡൊണാൾഡ് ഡഗ്ലസിന് അവാർഡ് ചെയ്യപ്പെടുന്നു. അവർ അവരുടെ കാലിഫോർണിയയിലെ ലോങ് ബീച്ചിലുള്ള പ്ലാന്റിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു. 1992 ജനുവരി 17 ഈ വിമാനം US എയർഫോഴ്സിൻ്റെ ഭാഗമാകുന്നത്. പിന്നെ നമുക്കറിയാം 1997 ഒക്കെ ആയപ്പോൾ ഈ മക്ഡൊണാൾഡ് ഡഗ്ലസ് എന്ന് പറയുന്ന ഈ വിമാന നിർമ്മാതാവ് ബോയിങ്ങിൻ്റെ ഭാഗമായി തീർന്നു. ബോയിങ്ങിൽ ലയിച്ചു. അതോടുകൂടിയാണ് ഈ പറഞ്ഞ വിമാനം ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ 3 ആയി മാറുന്നത്. ഇനി ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ 53 മീറ്റർ നീളവും അതുപോലെ 51 മീറ്റർ വിങ് സ്പാനും 16 മീറ്റർ ഉയരവുമുള്ള ഒരു സ്ട്രാറ്റജിക് എയർലിഫ്റ്ററാണ് C-17 ഗ്ലോബ് മാസ്റ്റർ 3. അപ്പോൾ അതുവരെ അമേരിക്ക നിർമ്മിച്ചിട്ടുള്ള എല്ലാ എയർലിഫ്റ്ററുകളെക്കാളും അഡ്വാൻസ് ആയിരുന്നു ഈ പറഞ്ഞ വിമാനം. അതുകൊണ്ട് തന്നെ പല അഡ്വാൻസ് ടെക്നോളജികളും ഇതിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. അഡ്വാൻസ് ടെക്നോളജി തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ, ഇപ്പോൾ ഫ്യൂസലാജിൻ്റെ നിർമ്മാണത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫൈറ്ററുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പല കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഫൈറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ വ്യാപകമായിട്ട് ഇതൊന്നും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഹെവി ഡ്യൂട്ടി എയർലിഫ്റ്റർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാരത്തിൻ്റെ 8% മാത്രമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉള്ളത്. അത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ട്രഡീഷണലി ഒരു എയർലൈനർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 1,28,000 കിലോഗ്രാമാണ് ഈ വിമാനത്തിൻ്റെ MD വെയിറ്റ്. മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് 2,60,000 കിലോഗ്രാമാണ്. അതായത് 2,65,352 കിലോഗ്രാം. ഇതിലൊരു പ്രധാന പങ്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്യൂവലിൻ്റെ വെയിറ്റ് തന്നെയാണ്. അതുകൊണ്ട് 1,30,000 ലിറ്റർ ഫ്യൂവലാണ് ഒരു തവണ ഈ വിമാനത്തിൽ നിറയ്ക്കുന്നത്. അത്രയും ഫ്യൂവൽ ക്യാരി ചെയ്യുന്ന വിമാനത്തിൻ്റെ എഫക്റ്റീവ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 4,480 കിലോമീറ്ററാണ്. അതായത് ഒറ്റ തവണ ഫ്യൂവൽ നിറച്ചുകൊണ്ട് ഇതിന് 4,480 കിലോമീറ്റർ പറക്കാൻ സാധിക്കും. അത് ഈ പറഞ്ഞ ഫുൾ കാർഗോ കപ്പാസിറ്റിയാണ്. പക്ഷേ ഈ ഭാരമൊന്നും ഇല്ലാതെ ഈ വിമാനം MD ആയിട്ട് പറത്തുകയാണെങ്കിൽ ഏതാണ്ട് 11,000 കിലോമീറ്ററിന് പറക്കാൻ സാധിക്കും. തന്നെയുള്ള ഇതിൽ മിഡ് എയർ റീഫ്യൂലിംഗ് കേപ്പബിലിറ്റി ഒക്കെ ഉള്ള വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനം വേണമെങ്കിൽ ഭൂമിക്ക് ചുറ്റും നിർത്താതെ പറത്താനൊക്കെ സാധിക്കും. ഇനി ഈ വിമാനത്തിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ കാർഗോ വിമാനത്തിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സ് എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. അതായത് അൺഹിഡ്രൽ സെപ്റ്റ് വിങ് കോൺഫിഗറേഷനുള്ള ഒരു ടിപ്പിക്കൽ കാർഗോ എയർക്രാഫ്റ്റ്, അതാണ് ഈ സംഭവം.
അപ്പോൾ അൺഹെഡ്രൽ സെപ്റ്റ് വിങ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, നമ്മൾ ഈ വിമാനത്തിൻ്റെ വിങ്സുകളുടെ ആംഗിൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഡൗൺവേർഡ് ആംഗിൾഡ് ആയിട്ടാണ് ഈ വിങ്സുകളുള്ളത്. പക്ഷേ നമുക്ക് സുപരിചിതമായിട്ടുള്ള എയർലൈനറുകൾ, നമ്മുടെ യാത്രാ വിമാനങ്ങളുടെയൊക്കെ വിങ്സ് കോൺഫിഗറേഷൻ നോക്കി കഴിഞ്ഞാൽ അത് അപ്വേർഡ് ആംഗിൾഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ അപ്വേർഡ് ആംഗിൾഡ് ആയിട്ടുള്ള വിങ്സുകൾ അറിയപ്പെടുന്നത് ഡൈഹിഡ്രൽ വിങ് കോൺഫിഗറേഷൻ എന്നാണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഇതിന് അൺഹിഡ്രൽ വിങ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിങ് കോൺഫിഗറേഷൻ വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ വിമാനത്തിൻ്റെ സ്റ്റെബിലിറ്റി തന്നെയാണ്. അതായത് ഒരു യാത്രാ വിമാനം ക്യാരി ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഭാരമാണ് ഒരു കാർഗോ വിമാനം ക്യാരി ചെയ്യുന്നത്. അതുമൂലം വരുന്ന സ്റ്റെബിലിറ്റി പ്രോബ്ലംസിന് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിങ് കോൺഫിഗറേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്രയും മനസ്സിലാക്കുക, ഈ ഡൈഹിഡ്രൽ വിങ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അൺഹിഡ്രൽ വിങ് കോൺഫിഗറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വിമാനത്തിൻ്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളാണ്. ഇനിയും ഇതിൻ്റെ വെർട്ടിക്കൽ സ്റ്റെബിലൈസർ, നമ്മൾ ഈ വാലെന്നൊക്കെ വിളിക്കുന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ചില പ്രത്യേകതകൾ കാണാൻ സാധിക്കും. ഒരു വെർട്ടിക്കൽ സ്റ്റെബിലൈസറും അതിൻ്റെ മേളിലായിട്ട് ഒരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും ഈ വാലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഫീച്ചറിൻ്റെ കാരണം സ്റ്റെബിലിറ്റി തന്നെയാണ്. അതായത് ഈ അൺഹിഡ്രൽ ആംഗിളിൽ നിൽക്കുന്ന വലിയ വിങ്സുകൾ ഉപയോഗിച്ച് ടേക്ക് ഓഫ് നടത്തുമ്പോഴത്തേന് വലിയ വെർട്ടക്സുകൾ ഉണ്ടാകുകയും ഈ വെർട്ടക്സുകളെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിനൊരു ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും കൂടെ ഈ ടെയിലിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതേ ഡിസൈൻ ഫീച്ചർ നമുക്ക് C5 ഗാലക്സിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രാറ്റ് ആൻഡ് വൈറ്റ്നി F117 PW100 എന്ന് പറയുന്ന ടർബോഫാൻ എഞ്ചിനുകളാണ്. 4 എഞ്ചിനുകളുണ്ട്. 180 kN ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 എഞ്ചിനുകളാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇതേ എഞ്ചിൻ ബോയിങ് അവരുടെ പല യാത്രാ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബോയിങ്ങിൻ്റെ 757 പോലുള്ള യാത്രാ വിമാനങ്ങളിലൊക്കെ ഈ എഞ്ചിൻ പണ്ട് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം ഇത് വളരെ പ്രൂവൺ ആയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പോൾ ഈ എഞ്ചിനുകൾക്കുള്ളൊരു മറ്റൊരു പ്രത്യേകത, ഈ എഞ്ചിനുകൾക്ക് എന്ന് പറഞ്ഞാൽ C-17 ഗ്ലോബ് വേണ്ടി ഈ എഞ്ചിന് പ്രത്യേകമായിട്ടുള്ള ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ത്രസ്റ്റ് റിവേഴ്സറുകൾ. ത്രസ്റ്റ് റിവേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജെറ്റ് എഞ്ചിനുകൾ, അത് ഏത് തരത്തിലുള്ള ജെറ്റ് എഞ്ചിൻ ആയാലും ഇതിനെല്ലാം ഉള്ള ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിനുകളിലെ എക്സോസ്റ്റ് ഫ്യൂംസ് കൊടുക്കുന്ന ത്രസ്റ്റാണ് വിമാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് ബേസിക്കലി ഇവയെല്ലാം നമ്മുടെ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ആ തേർഡ് ലോ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ റിയാക്ഷൻ എഞ്ചിനുകളാണ്. ഈ കാര്യം നമുക്ക് വളരെ വിശദമായിട്ട് അറിയാവുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എഞ്ചിനുകളിൽ എന്താണ് ചെയ്യുന്നത്, ത്രസ്റ്റ് റിവേഴ്സിംഗ് മെക്കാനിസം ഉള്ള എഞ്ചിനുകളാണ്. ത്രസ്റ്റ് റിവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വിമാനത്തിൻ്റെ പുറകിൽ കൂടെ പോകുന്ന എക്സോസ്റ്റ് ഫ്യൂംസിനെ റിവേഴ്സ് ചെയ്ത് എഞ്ചിനുകളുടെ മുന്നിലേക്കും എഞ്ചിനുകളുടെ അപ്വേർഡ് ഡയറക്ഷനിലും ഒക്കെ ഇതിന് ഫ്ലോ ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെക്കാനിസം ഈ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഈ മെക്കാനിസം ഈ ഗ്ലോമാസ്റ്റർ മാത്രമല്ല വേറെ ചില വിമാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാനമായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റൺവേകളിൽ ലാൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വിമാനത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതുകൂടാതെ വേറെ ചില പ്രത്യേകത ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന വിമാനത്തിന് റൺവേകളില്ലാത്ത സ്ഥലങ്ങളിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ട്രഡീഷണലി യാതൊരു റൺവേ ഇല്ലാത്ത സ്ഥലങ്ങളിലും മരുഭൂമികൾ പോലെയുള്ള സ്ഥലങ്ങളിലും അതുപോലെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു അന്റാർട്ടിക്ക പോലുള്ള ഹിമപാടങ്ങളിലും ഒക്കെ ഇതിന് വെറുതെ ലാൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ മണ്ണും പൊടിപടലങ്ങളും ഐസ് പാർട്ടുകളും അങ്ങനെയുള്ള പൊടിപടലങ്ങൾ പോലുള്ള കാര്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് എഞ്ചിനിലേക്ക് കടന്നു വരാനും അത് എഞ്ചിനെ ഡാമേജ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് ഈ ത്രസ്റ്റ് റിവേഴ്സലുകളുടെ ഉപയോഗത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കും. അതായത് വിമാനത്തിൻ്റെ എഞ്ചിനെ മുന്നിൽ നിന്നും പുറത്തേക്കും മുകളിലേക്കും ഒക്കെ എക്സോസ്റ്റ് ഫ്യൂംസ് വളരെ ശക്തിയിൽ ബഹിർഗമിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റോൺസും ഡെബ്രിസും ഒന്നും ഈ എഞ്ചിനിലേക്ക് കടന്നു വരത്തില്ല. ഇനി മൂന്നാമത്തെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ വിമാനം നമ്മൾ റൺവേയിലൂടെയും അല്ലെങ്കിൽ മറ്റ് ടാക്സിങ് നടത്തുമ്പോൾ വിമാനത്തെ റിവേഴ്സ് ചെയ്യിക്കണമെങ്കിലും ഒക്കെ നമുക്ക് എക്സ്റ്റേണലി വിലയേറെ പുഷിംഗ് മെക്കാനിസങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രത്യേകിച്ച് റൺവേകളൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് ഒരു എയർപോർട്ടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഈ സാധനം ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള മെക്കാനിസങ്ങളൊക്കെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വിമാനം റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഈ ത്രസ്റ്റ് റിവേഴ്സൽ ഉപയോഗിച്ചുകൊണ്ട് നിഷ്പ്രയാസം വിമാനത്തിന് പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ ഈടില്ലാതെ റിവേഴ്സ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോഴത്തേന് ഈ പറഞ്ഞ C-17 ഒരു ഹൈലി വെർസറ്റൈൽ ഏതൊരു പരിതസ്ഥിതിയിൽ നിന്ന് ഉപയോഗിക്കാൻ പര്യാപ്തമായ ഒരു വിമാനമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മെക്കാനിസം ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ഈ C-17 ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എല്ലാത്തരം ടറൈനുകളിലും ലേയിലോ ലഡാക്കിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ വിമാനം കൊണ്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് ഇതിനെ നിഷ്പ്രയാസം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ വെർസറ്റൈൽ കേപ്പബിലിറ്റിയാണ് ഇന്ത്യ ഉൾപ്പെടെ പല സൈനിക ശക്തികളും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെർസറ്റൈലായിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രമല്ല വെർസറ്റൈലായിട്ടുള്ള പലതരത്തിലുള്ള കാർഗോകളും ഇതിന് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഏതാണ്ട് 70 ടൺ ഭാരമുള്ള ഏബ്രം ടാങ്കുകളോ അല്ലെങ്കിൽ ബ്രാഡ്ലി ആർമേർഡ് പേഴ്സണൽ കാരിയർ പോലുള്ള കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാർഗോ ബേയാണ് ഈ C-17 ഗ്ലോബ് മാസ്റ്റർ 3ക്കുള്ളത്. അപ്പോൾ ഏതാണ്ട് 77,519 കിലോഗ്രാം കാർഗോ ഇതിനും ക്യാരി ചെയ്യാൻ സാധിക്കും.
അതായത് 27 മീറ്റർ നീളവും 5.5 മീറ്റർ വീതിയും അതുപോലെ 3.7 മീറ്റർ ഉയരവുമുള്ള ഒരു കാർഗോ ബേ ആണ്. ഒരു വലിയ കാർഗോ ബേ ആണ് ഈ വിമാനത്തിലുള്ളത്. അതുപോലെ വിമാനത്തിലേക്ക് കാർഗോ ലോഡ് ചെയ്യുന്നതിൻ്റെ റിയർ കാർഗോ റാമ്പിലൂടെയാണ്. അതായത് വിമാനത്തിൻ്റെ വാലിൻ്റെ താഴെയായിട്ട് തുറക്കാൻ പാകത്തിനുള്ള ആപ്റ്റ് കാർഗോ റാമ്പുണ്ട്. ആ കാർഗോ റാമ്പിലൂടെയാണ് ഇതിലേക്ക് കാർഗോ ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്യാൻ 3 ക്രൂ മെമ്പേഴ്സാണ് ആവശ്യമായുള്ളത്. അതായത് ഒരു പൈലറ്റ്, കോ പൈലറ്റ്, അതുപോലെ ലോഡ് മാസ്റ്റർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ക്രൂ മെമ്പേഴ്സ്. അങ്ങനെ 3 പേര് ചേർന്നാണ് ഗ്ലോബ് മാസ്റ്റർ 3 ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 830 km/h ആണ്. അതായത് 0.7 മാക് സ്പീഡിലാണ് ഇത് നോർമലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞു 1,34,560 ലിറ്റർ ഫ്യൂവലാണ് ഇതിന് ഒറ്റയടിക്ക് ക്യാരി ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ 71,200 കിലോഗ്രാം കാർഗോയും വഹിച്ചുകൊണ്ട് 4,480 കിലോമീറ്റർ ഇതിന് ഒറ്റയടിക്ക് റീഫ്യൂവൽ കൂടാതെ പറക്കാൻ സാധിക്കും. തന്നെ വല്ല കാർഗോ ഇല്ലാതെ പറക്കാൻ സാധിക്കുന്ന ഫെറി റേഞ്ച് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് 11,540 കിലോമീറ്ററാണ്. കൂടാതെ നമ്മൾ വീണ്ടും പറയുകയാണ്, മിഡ് എയർ റീഫ്യൂലിംഗ് കേപ്പബിലിറ്റി ഉള്ള വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാക്ട് റേഞ്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് ആ സമയത്തെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, ആ സമയത്തെ പരിതസ്ഥിതികളനുസരിച്ച് ഇതിൻ്റെ റേഞ്ച് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അപ്പം ഇതൊരു കാർഗോ എയർക്രാഫ്റ്റ് മാത്രമായിട്ടല്ല, നമുക്ക് പറഞ്ഞു റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. തന്നെയുമല്ല ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾ, ഇത്തരത്തിലുള്ള എയർലിഫ്റ്ററുകളാണ് പൊതുവെ കമാൻഡോ ഓപ്പറേഷനുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അത് പാരാട്രൂപ്പേഴ്സും മറ്റുമൊക്കെ ഈ C-17 ഗ്ലോബ് മാസ്റ്റർ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് 102 പാരാട്രൂപ്പേഴ്സിനെ അവരുടെ എക്യുപ്മെൻസിനെ ഒരേ സമയം ഈ C-17 ക്യാരി ചെയ്യാൻ സാധിക്കും. തന്നെയുമല്ല ഇത് വെർസറ്റൈൽ ഓപ്പറേഷൻസ്, അതായത് ലോകത്തിലെ ഏത് ടറൈനിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒന്നാമത്തെ കാരണം അതിൻ്റെ നിർമ്മാണ രീതിയും അതിൻ്റെ ലാൻഡിംഗ് ഗിയർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെയാണ്. അത് തന്നെയുമല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ അന്റാർട്ടിക്ക പോലുള്ള ടറൈനുകളിൽ നമ്മൾ ഒരു വിമാനം ഇറക്കുക, അല്ലെങ്കിൽ ലേ പോലുള്ള വളരെ ഉയരവും കൂടിയ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ കാർഗോ വിമാനം നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. കാരണം അവിടുത്തെ എയർ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ വിമാനത്തിൻ്റെ എഞ്ചിനുകൾ സാധാരണ രീതിയിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര ത്രസ്റ്റ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അതുമൂലം ഇതിൻ്റെ ടേക്ക് ഓഫ് അനായാസമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കത്തില്ല. അതായത് ഈ C-130 ഹെർക്കുലീസ് പോലുള്ള വിമാനങ്ങളൊക്കെ അന്റാർട്ടിക്ക പോലുള്ള ടറൈനുകളിൽ ലാൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേറെ അസിസ്റ്റഡ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ജെറ്റ് അസിസ്റ്റഡ് ടേക്ക് ഓഫ്, ജെറ്റോ ടേക്ക് ഓഫ് എന്ന് പറയുന്നൊരു സംവിധാനം ഉപയോഗിച്ചാണ് ഹെർക്കുലീസ് പോലുള്ള വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് C-17 ഗ്ലോബ് മാസ്റ്റർ 3യുടെ നിർമ്മാതാക്കൾ ഇതിനെ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിനുകൾ ഈ പറഞ്ഞ Pratt & Whitney F117 PW100 എന്ന് പറയുന്ന എഞ്ചിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജെറ്റ് അസിസ്റ്റഡ് ടേക്ക് ഓഫിൻ്റെ ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ജിറ്റോ ടേക്ക് ഓഫുകളൊന്നും ചെയ്യാതെ തന്നെ ഈ എഞ്ചിനുകളുടെ ത്രസ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു സാഹചര്യത്തിൽ നിന്നും ഗ്ലോബ് മാസ്റ്റർ 3ക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1991 മുതലുള്ള ഗ്ലോബ് മാസ്റ്റർ 3യുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും വർഷത്തിനിടയിൽ ഏതാണ്ട് 279 ഗ്ലോബ് മാസ്റ്റർ 3 വിമാനങ്ങളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ സിംഹഭാഗം ഉപയോഗിക്കുന്നത് US എയർഫോഴ്സ് തന്നെയാണ്. അതായത് 222 വിമാനങ്ങൾ, 222 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് US എയർഫോഴ്സിൻ്റെയും മറ്റും US സേനകളുടെയും ഭാഗമായിട്ടുള്ളത്. US എയർഫോഴ്സിനെ കൂടാതെ ഓസ്ട്രേലിയ, കാനഡ, UK, അതുപോലെ കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഗ്ലോബ് മാസ്റ്റർ 3 ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ US എയർഫോഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് തന്നെയാണ്. അതായത് US എയർഫോഴ്സ് 222 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത്രയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എങ്കിലും ഏതാണ്ട് 11 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ ഇതിനോടകം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ സമീപ കാലഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി തീർന്ന ഏറ്റവും മികച്ച വിമാനങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ C-17 ഗ്ലോബ് മാസ്റ്റർ 3. ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമസേനകളിൽ ഒന്നാണ് നമ്മുടെ വ്യോമസേന. വളരെ വേഗത്തിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ഇൻവെൻറ്റർ തന്നെ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായിട്ടുണ്ട്. ഏതായാലും സമീപമായി തന്നെ ഇതിലും മികച്ച എയർലിഫ്റ്റുകളും ഫൈറ്ററുകളും ഒക്കെ തന്നെ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകുമെന്ന് പ്രത്യാശയുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.